ഹായ്, വെൽക്കം ബാക്ക് ടു ഐൻ്റെ കിച്ചൺ. വെറും 2 മുട്ട ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ഗ്രേവിയിലോട്ട് കുറച്ച് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും മതി കേട്ടോ. പിന്നെ അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 5 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് കേട്ടോ ഗ്രേവി തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നും ഇത്രയും മൂപ്പിക്കില്ലായിരുന്നു. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. 5 മീഡിയം സൈസ് സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റിയെടുക്കാൻ മാത്രമാണ് കേട്ടോ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ സവോള ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തീ കുറച്ച് വെച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് 3-4 തവണ അടപ്പ് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ച് നല്ലവണ്ണം ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഗ്രേവി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് വിളമ്പാം. പക്ഷെ ഞാനിവിടെ തയ്യാറാക്കുന്നത് മുട്ടക്കറി തന്നെയാണ്. ഏതായാലും ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത് ആ തിള ഒന്ന് അടങ്ങിയതിന് ശേഷം ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഈ ഗ്രേവിയുടെ ചൂടിൽ വേവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ നല്ലവണ്ണം മുട്ടയും ഗ്രേവിയും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ മുട്ട വൈറ്റ് കളറിൽ അവിടെ കിടക്കും. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കമ്പൈനാക്കി എടുക്കുകയാണെങ്കിൽ ഗ്രേവി നല്ല തിക്കും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. മുട്ട അവിടെ അങ്ങനെ കിടക്കില്ല കേട്ടോ. ഞാൻ ആദ്യം ഈ കറി പഠിച്ചത് മുതൽ ചിന്തിക്കും ഏറ്റവും എളുപ്പമുള്ള കറിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഏറ്റവും എളുപ്പമാണ്. പക്ഷേ ഈ ഒരു ഭാഗമായിരുന്നു എനിക്ക് വളരെ ബുദ്ധിമുട്ട്. എങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്താലും അവിടെ വൈറ്റ് കളറിൽ മുട്ട കിടക്കും. മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് പോലെ ഭംഗി ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുക. ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ മുട്ടയും മസാലക്കൂട്ടും നല്ലവണ്ണം ഒന്ന് കമ്പൈനായിട്ട് കിട്ടിയിട്ടുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് മുട്ട നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ ഹസ്ബൻഡ് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ഏകദേശം 1 കപ്പ് വെള്ളം വീണ്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അല്പം ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. എനിക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്പം ഉപ്പ് കുറവായിരുന്നു. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് നാട്ടിലേക്ക് വരിക. അപ്പോൾ സ്ഥലം മാറി വീടും മാറി അങ്ങനെ ആകെ മൊത്തം ഒരു ചേഞ്ചാണ് നമുക്ക്. മാത്രമല്ല തലേദിവസം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ആ ഒരു ക്ഷീണവും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സൺഡേ മാത്രമാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലവണ്ണം ഒന്ന് ഉറങ്ങി 7 മണിക്ക് എണീറ്റ ശേഷമുള്ള കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. സൺഡേ രാവിലെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് മക്കളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും മസാല ചെറുതായിട്ടൊന്ന് മണപ്പിക്കണം. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മുട്ട ഗ്രേവിയും ചപ്പാത്തിയും. പിന്നെ പത്തിരി, നൂൽപുട്ട്, പൊറോട്ട, ഇഡ്ഡലി, ദോശ ഇതിൻ്റെ എല്ലാം ഒപ്പം ഈ ഗ്രേവി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചപ്പാത്തിയും ഈ ഗ്രേവിയും കഴിക്കാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണിത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.